നമ്മളോട് വല്ലാതെ പിടിച്ചുലയ്ക്കുന്നൊരു പെർഫോമൻസ് കോക്ടെയിലിൽ ഫോർ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വത്വത്തിൽ നിന്ന് വേറിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ അത് ആ കഥാപാത്രം ആദ്യം ഒരുപാട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം അയാളുടെ ട്രൂ സെൽഫ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ജയസൂര്യ ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് ഒരു കഥാപാത്രത്തിന്? ഇല്ല, അയാളിൽ ഒരു അന്വേഷണം ഞാൻ നടത്താറുണ്ട് പൊതുവെ അങ്ങനെ ഒരുപാട് പ്രിപ്പയർ. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് പറയുക, എപ്പോഴും ഒരു കഥാപാത്രം കിട്ടിയാൽ നമ്മളൊരു പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു CBI ഒരു FBI ക്കായി മാറണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ഒരു ആക്ടർ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെ നിന്ന് വന്നു എന്നറിയാതെ നമ്മൾ എങ്ങോട്ട് പോകും അല്ലേ? എപ്പോഴും ഒരു കഥാപാത്രം ജനിക്കുന്നത് ഒരു 30-ാമത്തെ വയസ്സിലോ ഒരു 35-ാമത്തെ വയസ്സിലോ ആണ്. ആ 35 വയസ്സ് വരെ അയാൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നറിയാതെ എങ്ങനെ 35 വയസ്സ് മുതൽ അയാൾ ജീവിച്ചു തുടങ്ങും അല്ലേ? അപ്പോൾ ആ ഒരു അന്വേഷണം ഞാൻ നടത്താറുണ്ട്. ഇപ്പോൾ ജയസൂര്യൊക്കെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 2000 മുതലുള്ള കുറേ ആക്ടേഴ്സ് ഈ അടുത്ത കാലത്ത് കുറേ കോമ്പിനേഷൻസ് ചെയ്തു. ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് അത് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്തു. ആ ഒരു ട്രെൻഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് ഒരു എക്സാമ്പിളാണ്, സ്വപ്നക്കൂട് ഈസ് ആൻ എക്സാമ്പിൾ. പിന്നെ ഒരുപാട് അറബിക്കഥയാണെങ്കിലും എല്ലാവരും മിന്നാമിന്നിക്കൂട്ടം എത്ര പടങ്ങൾ ആ ഒരു എക്സ്പീരിയൻസിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതെന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്. അതായത് നമ്മൾ പിന്നെ ഒരു ഒബ്ജക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ടുള്ള നമ്മുടെ ഒരു ജക്സ്റ്റാപോസിഷൻ ഉണ്ടല്ലോ, നമ്മൾ അടുത്ത് നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥയാണല്ലോ, അത് നമ്മളെ ഒരുപാട് മാറ്റി തീർക്കുന്നുണ്ട്. ആ ഒരു കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം അതിന്, അല്ലേ? അല്ലെങ്കിൽ സാമീപ്യം, അതിലൊരു ഗ്രൂപ്പായി നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ അനൂപ് മേനോനോടുകൂടി കോക്ടെയിൽ ചെയ്യുന്ന ഒരു സന്ദർഭം, ആ ഒരു ഇതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് 2 പേര് തമ്മിൽ അഭിനയം. ഇപ്പോൾ കോക്ടെയിലൊരു ഉദാഹരണം പറഞ്ഞ് ഞാനും അവനും കൂടി അഭിനയിക്കുമ്പോൾ ആർട്ടിസ്റ്റിൻ്റെ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ കെമിസ്ട്രി എന്ന് പറയുന്നത് ഇപ്പോൾ ചോദിച്ചപ്പോഴാണ് ഞാനെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഞാനെക്കുറിച്ച് പറയുന്നത്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് കംഫർട്ടബിൾ ആകുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഒരു ആക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അനൂപ് മേനോനെ കണ്ടാൽ, എൻ്റെ മുന്നിൽ കണ്ടാൽ, ഒന്നില്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം അല്ലേ? ഇപ്പം അവൻ എന്തും ആവട്ടെ, അവൻ എന്ത് കിടന്ന് കാണിക്കുന്നതും അല്ലെങ്കിൽ എന്ത് ചിലപ്പോൾ ക്യാരക്ടറിൽ നിൽക്കാതെ വന്നാലും ഞാൻ അത് അറിയേണ്ട കാര്യമില്ല. ഞാൻ ക്യാരക്ടറിൽ തന്നെ നിൽക്കണം. എനിക്ക് അവനെ ആ എബ്രഹാം എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് മാത്രമേ കാണാവൂ. പക്ഷേ നേരെ മറിച്ച് കെമിസ്ട്രി എന്ന് പറയുന്നത് അതിനു മുമ്പ് നമ്മൾ ഈ സൗഹൃദത്തിൽ നിന്നും ഒരുപാട് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാകും അല്ലേ? നമ്മളിടാ അതിങ്ങനെ ചെയ്യുമ്പോൾ അതിങ്ങനെ ചെയ്യാമല്ലേ, അതിങ്ങനെ ചെയ്യാമല്ലേ, അതിങ്ങനെ ചെയ്താൽ നന്നാവോ, അല്ലെങ്കിൽ ഞാൻ പറയും വേണ്ടടാ ഇത് ഇത്രയും തോളം മതി. ആ ഒരു കംഫർട്ട് ലെവലുണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിന് കൂടും. നേരെ മറിച്ച് നേരെ നിൽക്കുന്നതോ ഓപ്പോസിറ്റ് അല്ലേ, വില്ലനായിട്ടും അങ്ങനെയല്ലേ നിൽക്കുന്നത് 2 പേര്. അപ്പോൾ കെമിസ്ട്രി എങ്ങനെയാണ് അതിൽ വർക്കൗട്ട് ആകുക? ശരിക്കും പറഞ്ഞാൽ ആദ്യം മെൻ്റലി 2 പേരും തമ്മിൽ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇതിലത് വർക്കൗട്ട് ആവും അല്ലേ? കാരണം കണ്ണിൽ ഞാൻ അവൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ എനിക്ക് അനൂപിനെ കണ്ടാൽ തീർന്നു ഞാൻ. കാരണം എന്നിൽ നിന്നും എത്രയോ അകലെയാണ് വെങ്കി, അവനിൽ നിന്ന് എത്രയോ അകലെയാണ് എബ്രഹാം. അപ്പോൾ അങ്ങനെ തന്നെ ആ മാനസികാവസ്ഥയോടുകൂടി തന്നെ ചെയ്യണം. പക്ഷേ മനസ്സിൽ എവിടെയും ഒരു സൗഹൃദത്തിൻ്റെ കണിയല്ലാതെ വേറെ ഒന്നും കിടന്നില്ലെങ്കിൽ അത് നന്നാവും. അതെല്ലാം നേരെ മറിച്ച് ഞങ്ങൾ പരസ്പരം കണ്ണിൽ നോക്കുന്നത് ദേഷ്യം മാനസികമായ ഒരു സിങ്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതിലും എവിടെയോ അത് പ്രതിധ്വനിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കെമിസ്ട്രി ഞാൻ എല്ലാവരുമായിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെ കൂടെ അഭിനയിച്ചാലും ഞാൻ കംഫർട്ടബിളാണ്.